കാർഷിക വാർത്തകൾ. കേരളത്തിൽ താൽക്കാലികമായി നിരോധിച്ച ക്യാൻസർ ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന കളനാശിനിയായ ഗ്ലൈഫോസേറ്റ് രാജ്യവ്യാപകമായി നിരോധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിരോധിക്കുന്നതിന് പകരം നിയന്ത്രിത ഉപയോഗത്തിന് കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്താനാണ് നീക്കം. മനുഷ്യരിൽ മാരക പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന ഗ്ലൈഫോസേറ്റ് നിരോധിക്കണമെന്ന് പരിസ്ഥിതി സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. കൃഷിയിടങ്ങളിൽ ഗ്ലൈഫോസേറ്റ് സ്പ്രേ ചെയ്യാൻ അനുവദിക്കില്ല. പകരം പ്രത്യേക പരിശീലനം ലഭിച്ച ലൈസൻസുള്ള പെസ്റ്റ് കൺട്രോൾ ഓപ്പറേറ്റേഴ്സിനെ മാത്രം അനുവദിക്കാനാണ് തീരുമാനം. തുടർ നടപടികൾക്കായി ഈ ശുപാർശ കൃഷി മന്ത്രാലയത്തിന്റെ കൃഷി കർഷകക്ഷേമ വകുപ്പിന് കൈമാറാനും സെൻട്രൽ ഇൻസെക്ടിസൈഡ്സ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ സുഭാഷ് ചന്ദിനോട് നിർദ്ദേശിച്ചു. എന്നാൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രം ഗ്ലൈഫോസേറ്റ് പ്രയോഗിക്കാമെന്ന വ്യവസ്ഥ ഭാവിയിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ മരിക്കുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് കളനാശിനി നിർമ്മാതാക്കളെ ഒഴിവാക്കുമെന്ന് വിമർശനമുണ്ട്. ഗ്ലൈഫോസേറ്റ് കളനാശിനിയുടെയും ഇവയടങ്ങിയ മറ്റു ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും ഉപയോഗവും 2019 ഫെബ്രുവരിയിൽ 2 മാസത്തേക്ക് കേരളത്തിൽ നിരോധിച്ചിരുന്നു. തേയിലത്തോട്ടങ്ങളിലും കൃഷിയില്ലാത്ത ഭൂമിയിൽ കളകൾ നശിപ്പിക്കാനും മാത്രം അനുമതിയുണ്ടായിരുന്ന ഗ്ലൈഫോസേറ്റ് വിളവിറക്കുന്നതിനു മുൻപായി നെൽപ്പാടങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് നിരോധിച്ചത്. നെൽപ്പാടങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കീടനാശിനി കാർബോസൾഫാൻ നിരോധിക്കാനുള്ള ശുപാർശ സെൻട്രൽ ഇൻസെക്ടിസൈഡ്സ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി കൃഷി മന്ത്രാലയത്തിന് നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഈ മാസം അവസാനം ഇറങ്ങുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയിൽ വൻ വർധന. പാം ഓയിൽ, സോയാബീൻ ഓയിൽ എന്നിവയുടെ ആവശ്യകത വർദ്ധിച്ചതാണ് പ്രധാന കാരണം. ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ജൂലൈയിൽ 33% ഉയർന്നതായി കണക്കുകൾ. ഏകദേശം 14.8 ലക്ഷം ടൺ ഭക്ഷ്യ എണ്ണയാണ് ജൂലൈയിൽ രാജ്യത്തെത്തിയത്. ഉത്സവ സീസണിന് മുന്നോടിയായി റിഫൈനറികൾ ശേഖരം വർദ്ധിപ്പിച്ചതും ആഭ്യന്തര ആവശ്യകത ഉയർന്നതുമാണ് ഇറക്കുമതി വർദ്ധിക്കാൻ പ്രധാന കാരണം. പാം ഓയിൽ ഇറക്കുമതിയിൽ കാര്യമായ വർധന രേഖപ്പെടുത്തി. സോയാബീൻ ഓയിലിന്റെ ഇറക്കുമതിയും ഉയർന്നു. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ഉത്സവ സീസണിൽ ഭക്ഷ്യ എണ്ണയുടെ ആവശ്യകത ഇനിയും ഉയരുമെന്നാണ് വ്യവസായ രംഗത്തിന്റെ വിലയിരുത്തൽ. ഇറക്കുമതി വർധന ആഭ്യന്തര ഭക്ഷ്യ എണ്ണ വിപണിയിലും വിലയിലും പ്രതിഫലിക്കാനിടയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എൽനിനോ ശക്തമാകുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ കാർഷിക മേഖലയിൽ ആശങ്ക. അരി, പഞ്ചസാര, ഗോതമ്പ്, പാമോയിൽ തുടങ്ങി നിരവധി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെയും വിലയെയും കാലാവസ്ഥാ പ്രതിഭാസം ബാധിച്ചേക്കുമെന്ന് വിദഗ്ധർ. പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനില ഉയരുന്നതോടെ എൽനിനോ കൂടുതൽ ശക്തമാകുന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്. ഇതോടെ ഏഷ്യ പസഫിക് മേഖലയിലെ കാർഷികോൽപാദനത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യയിൽ സാധാരണയേക്കാൾ കുറഞ്ഞതോ ക്രമരഹിതവുമായ മഴ പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, ചോളം, കരിമ്പ് തുടങ്ങിയ വിളകളെ ബാധിച്ചേക്കാം. അരി, പഞ്ചസാര, ഗോതമ്പ്, പാമോയിൽ തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളുടെ ലഭ്യതയിലും വിലയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായേക്കാം. ആഗോളതലത്തിൽ ഭക്ഷ്യവില ഉയരാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും ഉയർന്ന ധാന്യശേഖരം വലിയൊരു ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.